റോസ് കമ്പനി എളുപ്പത്തിൽ വേര് പിടിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന റോസാണിത്. ഇതിന് എന്നും പൂവില്ലാത്തൊരു സമയമില്ല. ഒരു പരിചരണവും ഇല്ലാതെ തന്നെ ഒരുപാട് പൂക്കൾ ഇതിൽ നിറയെ ഉണ്ടാവുകയും ചെയ്യും. നാടൻ റോസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള പൂക്കൾ പൊട്ടിച്ചിട്ടാണ് ഞാൻ റോസ് വാട്ടർ ഉണ്ടാക്കാറുള്ളത്. ഇത് നമ്മുടെ മുറ്റത്തിനൊരു അലങ്കാരം തന്നെയാണ്. നമ്മൾ റോസ് ചെടി മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിനൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇതിനെ നിർത്തിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ കൊലകൊലായിട്ട് പൂവുണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ വരുന്നവർക്കൊക്കെ ഒരു കൗതുകമാണ്. എല്ലാവരും ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ പലരും പറയാറുണ്ട് ഇതിൻ്റെ വേര് പിടിച്ചില്ല, അത് ഉണങ്ങിപ്പോയി എന്നൊക്കെ. അതിനുള്ളൊരു പരിഹാരമാണ് ഞാനിന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ മുരിങ്ങടല എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് അതിൻ്റെ ചാറ് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. ആ ജ്യൂസിലാണ് നമ്മൾ വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോസിൻ്റെ കമ്പ് മുക്കി വെക്കുന്നത്. റോസിൻ്റെ വേര് പിടിക്കേണ്ട ഭാഗമാണ് നമ്മൾ ആ കമ്പിൽ ഇറക്കി വെക്കേണ്ടത്. ഒരു 5-6 മണിക്കൂർ ഇതേപോലെ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ കമ്പുകൾ നട്ടു കൊടുക്കാം. റോസിൻ്റെ കമ്പുകൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ 3 ചട്ടിയിലായിട്ടാണ് ഇത് നടുന്നത്. നമ്മൾ പുറത്തൊക്കെ എവിടെ പോവുകയാണെങ്കിലും ഇതേപോലെ 1-2 ചെടിയുടെ കമ്പുകളൊക്കെ നമ്മൾ കൊണ്ടുവരും അല്ലേ. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഗാർഡനിൽ കൊണ്ട് കുത്തി കഴിഞ്ഞാൽ അത് വേര് പിടിക്കാൻ പ്രയാസമാണ്. വെയിലൊക്കെ കൊണ്ട് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു തണലത്തൊക്കെ വെച്ചിട്ടാണ് അത് വേര് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഗാർഡനിലേക്ക് വെക്കേണ്ടതുള്ളൂ. നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്നതാണ്. വാങ്ങിച്ച് വെച്ചാൽ മാത്രം പോരാ, നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ ചെടിയിൽ നിന്ന് 1-2 കമ്പ് കൊടുക്കുകയും വേണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നമ്മൾ കുത്തിയ എല്ലാ കമ്പുകളും പൊടിച്ചു വന്നിട്ടുണ്ട്. ഇനി അതിനൊക്കെ വേര് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊന്ന് പിഴുതു നോക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി നമ്മുടെ കൂടെ ഓടി വരേണ്ട ആളാണ് ബബ്ബു. എൻ്റെ ക്യാമറ മറിച്ചിടുന്നതാണ് പ്രധാന ഹോബി. എന്നോട് വന്ന് എന്തോ കാര്യമായിട്ട് ചോദിക്കുകയാണ്. ആടാ, എന്താ ചോദിക്കുന്നത്? ഏതായാലും നീ വന്നതല്ലേ, ഇനി ഒരു ഉമ്മ തന്നേ. ആ മതിട്ടാ, ഇനി പോയിക്കോ. നമ്മുടെ റോസിന് നല്ല മണമാണ് കേട്ടോ. സാധാരണ നാടൻ റോസ് ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇനി 1-2 കമ്പുകൾ നമുക്ക് പറിച്ചു നോക്കാം വേര് വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ.